السلام عليكم ورحمة الله وبركاته. الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما صبروا وهم في الغرفات آمنون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം നല്ല ഭക്തിയിലും ഈമാനിലും അതുപോലെയുള്ള സൽപ്രവർത്തനങ്ങളിലുമായി കഴിച്ചു കൂട്ടുവാൻ നാം ശ്രദ്ധിക്കുക. ആ ചിന്ത മറന്നു പോവാതിരിക്കുക. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ, അതുപോലെ റസൂലുള്ളയെ പറ്റിയുള്ള തികഞ്ഞ ബോധ്യം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ശരിപ്പെടുത്തേണ്ടത്, ഭംഗിയാക്കേണ്ടത്, തെറ്റിലേക്ക് പോവാതെ നന്മയിൽ മാത്രം പിടിച്ചു നിർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതിലേക്ക് നമുക്ക് പഠിക്കാനായി ഖുർആൻ നൽകുന്ന മറ്റൊരു ചിന്ത, അള്ളാഹുവിലേക്ക് സദാസമയവും അടുത്തുകൊണ്ടിരിക്കുവാനുള്ള മനസ്സുണ്ടാവണം എന്നതാണ്. അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പായി നമ്മൾ അള്ളാഹുവുമായി എടുത്തിരിക്കുന്ന ഒരു കരാറിനെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരും ഇനി വരാനുള്ളവരുമായിട്ട് എല്ലാ മനുഷ്യരും അള്ളാഹുവുമായി പറഞ്ഞുറപ്പിച്ച ഒരു കരാർ. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. അതാണ് ആ കരാറിൻ്റെ മർമ്മം. അള്ളാഹു എല്ലാവരോടുമായി ചോദിക്കുകയാണ്, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അതിന് ഏകസ്വരത്തിൽ എല്ലാവരും പ്രതികരിക്കുന്നു, അതെ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. അത്രമാത്രമേ ഈ കരാറിനെ പറ്റി ഖുർആൻ പറയുന്നുള്ളൂ. അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊന്നും ഖുർആൻ പറയുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ വേറെ അന്വേഷിക്കുകയും വേണ്ടതില്ല. ഏതായിരുന്നാലും ജന്മസിദ്ധമായി തന്നെ ബുദ്ധിയും ചിന്തയും അന്വേഷണ കഴിവുമെല്ലാമുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് സ്വാഭാവികമായും എത്തിപ്പെടാവുന്ന ഒരു ചിന്തയാണ്, ഒരു പടച്ചവനുണ്ട്, ഒരു റബ്ബ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റബ്ബ് അനിവാര്യമാകുന്നു എന്ന ചിന്ത. ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നത്. അള്ളാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാകുന്നു ഇലാഹ് എന്നതാണ് ഈമാനിൻ്റെ അടിസ്ഥാന ഭാഗം. അവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ അള്ളാഹുവിലേക്ക് പരമാവധി അടുത്തുകൊണ്ടിരിക്കുക എന്ന ചിന്തയിലേക്ക് ഈമാനുമായിട്ട് അമലുസ്വാലിഹാത്തുമായിട്ട് നമ്മൾ ഉയർന്ന് പ്രവർത്തിക്കേണ്ടത്.
അതിലേക്ക് സൂചന നൽകുന്ന ഒരു പരാമർശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അത് സുദീർഘമായ ഹദീസമാണ്. അതിന് ചുരുക്കം ഇത്ര മാത്രമാണ്. എന്നെപ്പറ്റി അള്ളാഹു പറയുകയാണ്, എന്നെപ്പറ്റി എൻ്റെ അടിമ മനുഷ്യൻ എന്താണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവന് മുമ്പിൽ ഉണ്ടാവുക. അവൻ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവനെയും ഓർത്തുകൊണ്ടിരിക്കും. തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനമായി റസൂലുള്ള ഈ ബന്ധത്തെ ഉറപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വലഇൻ അത്താനി യംഷി, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് നടന്നുകൊണ്ട് അടുക്കുകയാണെങ്കിൽ, അതൈതുഹു ഹർവല, അള്ളാഹു മനുഷ്യനിലേക്ക് അവൻ നടക്കുന്നതിൻ്റെ വേഗത എത്രയാണോ അതിനിരട്ടി വേഗതയിൽ അവൻ എങ്ങോട്ടും അടുക്കും. രണ്ട് ധ്രുവങ്ങളിലുള്ള, രണ്ട് പോയിന്റിലുള്ള ആളുകൾ, രണ്ട് വ്യക്തികൾ പരസ്പരം മുന്നോട്ട് നടക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരുടെയും വേഗത ഒന്നാണെങ്കിൽ സമാനമായിട്ട് പകുതി ദൂരം ഓരോരുത്തരും നടന്നാൽ മതി. അപ്പോഴൊരു പോയിന്റിൽ അവർക്ക് ഒന്നിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് നമുക്ക് കൂടി കുറച്ചുകൂടി നേട്ടവും ലാഭവുമുള്ള ഒരു ഇടപാടിനെ പറ്റിയാണ്. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതിൻ്റെ 10 മടങ്ങോ അതിൻ്റെയും ഇരട്ടിയോ അള്ളാഹു നമുക്ക് വേണ്ടി ഇങ്ങോട്ട് നൽകുന്നു എന്നത്. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു പ്രചോദനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന മതപരമായ പുണ്യങ്ങളിലൂടെ, നല്ല ഈമാനിലൂടെ, നല്ല ചിന്തയിലൂടെ അടുക്കുക എന്നല്ലാതെ മറ്റൊരു രൂപത്തിലും അള്ളാഹുവുമായിട്ട് അടുപ്പം സാധ്യമല്ല എന്നാണ് ഖുർആനും പറയുന്നത്. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സന്താനങ്ങൾ, ഇവയിലൂടെയൊന്നും നമ്മിലേക്ക് അടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ്റെ ഈ ഭൗതിക ലോക ജീവിതത്തിലെ അവൻ്റെ സാഹചര്യവും ചുറ്റുപാടുമാണ് ഖുർആൻ പറഞ്ഞത്. അത് നമുക്കെല്ലാവർക്കുമുണ്ട്. വീടുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങൾ, ബന്ധങ്ങൾ, അത്യാവശ്യമെല്ലാം പണവും നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഇവയൊന്നുമല്ല അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാനദണ്ഡം. എന്തുമാത്രമാണ്? ഇല്ലാ മൻ ആമന വ അമില സ്വാലിഹൻ, ഈമാനുണ്ടോ, അമലു സ്വാലിഹുണ്ടോ എങ്കിൽ അവർക്ക് ഈ അടുപ്പം സാധ്യമാകുന്നു. അവർക്കായിരിക്കും സുഖകരമായ പാരത്രികമായ ജീവിതം നിർഭയമായിട്ട് കഴിയുവാൻ അള്ളാഹു സമ്മാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിചാരത്തിലായിരിക്കണം നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കേണ്ടതും ഉള്ള അമലുകൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടത്. ഓരോ പ്രവർത്തനങ്ങളും തോന്നിയ പോലെ തോന്നുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആർക്കാനും വേണ്ടി ചെയ്യുന്ന ഭാവത്തിലല്ല, കൃത്യമായിട്ടും വളരെ പതിവായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അള്ളാഹു ഏറെ സ്വീകരിക്കുക എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതിന് മറ്റൊരു നേട്ടവും കൂടിയുണ്ട്. ഇങ്ങനെ ധാരാളമായിട്ട് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പുണ്യം അല്ലെങ്കിൽ നന്മ ചെയ്യുക, നന്മയിൽ നിലകൊള്ളുക എന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതിനെപ്പറ്റി മതം, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇഹ്സാൻ എന്നതാണ്. ധാരാളമായിട്ട് അതേപ്പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നന്മയുമായി പുണ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും വിചാരങ്ങളും അതിൻ്റെ പ്രവൃത്തിയുമെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഓരോ നിമിഷവും നമ്മളെ ഇപ്പോൾ ഉള്ളതിനേക്കാളേറെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ അടുത്താൽ എന്താണ് നേട്ടം? അതും അറിയണമല്ലോ. വെറുതെ അടുക്കുക, ധാരാളമായി പ്രവർത്തിക്കുക, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഒരു പാഴ്വേലയാണല്ലോ. അതല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ പറഞ്ഞതുപോലെ
ഒരു മനുഷ്യന് മനസ്സുകൊണ്ടും അമലുകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം വളരെ വളരെ പ്രധാനമാണ്. വല ഇൻ സഅലനി ലഉഅ്തിയന്നഹു, എന്താണോ അവൻ ചോദിക്കുന്നത് അത് ഞാൻ കൊടുത്തിരിക്കും. അതിൽ പിന്നെ സംശയമില്ല. നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ആവശ്യപ്പെടാനും ഒക്കെയുണ്ട്. അതിന് ഈ ലോകത്ത് നമ്മുടെയൊക്കെ പരിധിയിൽപ്പെട്ട ഭൗതിക സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ അവിടം കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ കേൾപ്പിക്കുക, എങ്കിൽ അവൻ നമ്മുടെ കൈ തട്ടി മടക്കുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ സുരക്ഷ, അഭയം ചോദിക്കുകയാണെങ്കിൽ ആ അഭയവും ഞാൻ അവന് കൊടുത്തിരിക്കും എന്നാണ് ആ ഹദീസിൻ്റെ അവസാന ഭാഗത്തായിട്ട് റസൂലുള്ള പഠിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കണം, ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടണം, അപകടം, നഷ്ടം, പരാജയം തുടങ്ങിയുള്ള എന്തെല്ലാം ആശങ്കകളുണ്ടോ അതെല്ലാം പ്രതിരോധിച്ച് തട്ടിമാറ്റി മുമ്പിലേക്ക് പോവണം. അതിനുള്ള ഏക വഴി അള്ളാഹുവിലേക്കുള്ള ഈ സാമീപ്യവും അടുപ്പവും മാത്രമാണ്. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മറ്റൊരു ഭാഗവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ അള്ളാഹുവിൽ പോയി ലയിക്കും, അല്ലെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ലയിച്ചു വരും എന്ന് ചിന്തിക്കാനും പാടില്ല. അങ്ങനെയുള്ള അപകടകരമായ സൂഫി ചിന്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാവുകയില്ല. നമുക്ക് എത്ര എത്ര അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാലും ആ രൂപത്തിലുള്ള ഒരു ലയനമല്ല അള്ളാഹുവും റസൂലുള്ളയും ഉദ്ദേശിക്കുന്നത്. അമലുകൾ ചെയ്തുകൊണ്ട് എന്ത് ചോദിച്ചിരുന്നാലും അള്ളാഹു അപ്പോൾ തന്നെ തത്സമയം കൊടുക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുഖറബാവുക, സമീപസ്ഥനാവുക എന്ന ആശയമാണ് ഭക്തിയുടെയും ഈമാനിൻ്റെയും ഭാഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഇഹ്സാനെ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ നേട്ടത്തെ വേറെ ഒരു രൂപത്തിൽ കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ തരം പുണ്യങ്ങൾ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന പുണ്യങ്ങൾ നിങ്ങൾക്ക് യഫ്റഹുൽ ഖൽബ, ഹൃദയത്തിന് സംതൃപ്തി നൽകും. അതുപോലെ വയഷ്റഹു സ്വദ്റ, മനസ്സ് നിങ്ങൾക്ക് വിശാലമാക്കി തരും. വയജ്രിബു നിഅമ, എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരും. വയദ്ഫഉ നഖമ, എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നിങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ഇഹ്സാന്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറുതും വലുതുമായ കർമ്മങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്നാണ് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായ റിസൾട്ട് എന്താണ്? മനസ്സ് വൃത്തിയാവുക എന്നുള്ളത് തന്നെയാണ്. ആ മനസ്സ് ചീത്തയാകുമ്പോൾ, പൈശാചികമായ വേണ്ടാത്ത വിചാരങ്ങൾ കൊണ്ട് മനസ്സ് നിറക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് നടക്കുന്നുമില്ല. മറുഭാഗത്ത് വളരെ വിദൂരമായി, വളരെ വേഗത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ആട്ടി അകറ്റപ്പെടുകയും ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത്. ആ രൂപത്തിൽ ഓരോ സന്ദർഭത്തിലും ഇപ്പോൾ ഉള്ളതിനേക്കാളേറെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നമ്മളുടെ എല്ലാ ആപലാദികളും പ്രയാസങ്ങളും ബോധിപ്പിച്ച് നേടിയെടുക്കുവാൻ പാകത്തിൽ നമ്മൾ മനസ്സിനെ വിശുദ്ധമാക്കുക, അമലുകൾ ധാരാളമായി ചെയ്യുക. ചെയ്യുന്നവയെല്ലാം ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായ നിയ്യത്തോടുകൂടെ, മനസ്സാന്നിധ്യത്തോടുകൂടെ അള്ളാഹു സ്വീകരിക്കണം, എനിക്ക് പകരം തരണം എന്ന പ്രതീക്ഷയോടുകൂടെയും ആക്കിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ എല്ലാവിധ
അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മൾ പറഞ്ഞ പടച്ചവനിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതിന് പകരം മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്നുകൂടി ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, അള്ളാഹു നമ്മളെ പൂർണ്ണമായിട്ടും കൈവെടിയും. മറ്റൊരാൾക്കും രക്ഷിക്കുവാനും പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും പറ്റാത്ത രൂപത്തിൽ അള്ളാഹു അങ്ങ് കൈവെടിയും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വളരെ വിദ്യാസമ്പന്നരുണ്ട്, പഠിച്ചവരുണ്ട്, എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി ബോധ്യം വരുത്തി സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ വല്ലാതെ കടന്നുകൂടി മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ, ബുദ്ധിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളും കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 3-4 ദിവസത്തിനകത്ത് 2 മരണങ്ങളാണ്, അല്ലെങ്കിൽ കൊലപാതകങ്ങളാണ് മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ അന്ധവിശ്വാസങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ചതായിട്ട് നമ്മൾ കേട്ടത്. ഇതെല്ലാം നടക്കുന്നതും അതിൻ്റെ ഇരകളാകുന്നതും മുസ്ലിങ്ങളുമാണ്. അതായത് ഏകദൈവ തൗഹീദ് വിശ്വസിക്കേണ്ട, ഇസ്ലാമായി ജീവിക്കേണ്ട ആളുകളുടെ മനസ്സിലാണ് ഈ വകയായ അന്ധവിശ്വാസങ്ങളൊക്കെ കുടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കാരണം കണ്ടെത്താൻ. ഈമാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൽ അധിഷ്ഠിതമാണ്. അവനോടുള്ള പ്രാർത്ഥനയിലും ആരാധനയിലും അധിഷ്ഠിതമാണ്. ഈ പറഞ്ഞ പോലെ അവനിലേക്ക് പരമാവധി അടുക്കുവാനും സമീപസ്ഥനാവാനുമുള്ള ചിന്തയാണ് ഈമാൻ. പിന്നെ എപ്പോഴാണ് ഇതല്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്? ഈമാൻ എപ്പോഴാണോ അന്ധമാവുന്നത് അപ്പോൾ അന്ധവിശ്വാസം ഉണ്ടായിരിക്കും. ഒന്നും കാണാതെയും ചിന്തിക്കാതെയും കേൾക്കുന്നതിന് പിന്നാലെ ലാഭം കൊതിച്ചുകൊണ്ട് അനാവശ്യമായത് ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ പോവുകയാണെങ്കിൽ അവിടെ ഈമാൻ പ്രവർത്തിക്കുകയില്ല. ദുരാഗ്രഹങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പിശാച് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈമാനുമായിട്ട്, പടച്ചവനുമായിട്ട് ബന്ധമുണ്ടാവുകയില്ല. അവർ ഏത് പടുകുഴിയിലേക്കാകുന്നു വീഴുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എന്തിനും എപ്പോഴും അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക. മറ്റ് ഏത് കോണിൽ നിന്നും എത്ര 10 മടങ്ങ് നമ്മളുടെ പണവും സമ്പത്തും ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാതിരിക്കുക. അതിന് ഒരേ ഒരു മന്ത്രം മാത്രം മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും നമസ്കാരത്തിന് ശേഷം മുറതെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ വലുപ്പവും അത് മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ആഭിചാരവും മന്ത്രവാദവും അന്ധവിശ്വാസവും നമ്മളെ സ്വാധീനിക്കുകയില്ല. ഇത്തരത്തിൽ ഒരു ഫലസിദ്ധിയുമില്ലാത്ത, മനുഷ്യനെ അപകടത്തിൽപ്പെടുത്താൻ മാത്രം ആളുകൾ കൊണ്ടുവരുന്ന ഈ പ്രവർത്തനങ്ങളെയൊക്കെ നിരാകരിക്കാനും തട്ടിമാറ്റുവാനുമാണ് ഈമാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പടച്ചവനെ, നീ എന്താണോ നൽകിയത് അത് തിരിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. നീ എന്താണോ നൽകാതെ തടഞ്ഞു വെച്ചത് അത് വീണ്ടെടുത്ത് തരാനും ആർക്കും സാധിക്കുകയില്ല. മാ യഫ്തഹില്ലാഹു മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ. എന്തെങ്കിലും റഹ്മത്ത് അള്ളാഹു നിങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നുവെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ ആർക്കും സാധിക്കുകയില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു.
ഈ എന്തെങ്കിലും റഹ്മത്ത് തരാതെ പടച്ചവൻ അവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനും ആർക്കും സാധിക്കുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ കാതലായ വശം. അതിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോയാൽ വളരെ ദുർബലമായ ഒരു ജീവിക്ക് പോലും അവനെ എങ്ങോട്ടും കൊണ്ടുപോവാവുന്ന രൂപത്തിൽ, കഴുത്തിൽ കയറിട്ട് ഏത് സർക്കസും കളിപ്പിക്കാവുന്ന രൂപത്തിൽ അതപ്പതിച്ചു പോകും മനുഷ്യൻ എന്നാണ് ഖുർആൻ പറയുന്നത്. അത്തരത്തിലുള്ള അനാവശ്യമായ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് എത്തിപ്പെട്ടേക്കാവുന്ന എല്ലാ രംഗങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, ബോധവൽക്കരിക്കുകയും വേണം. ഈമാൻ നഷ്ടപ്പെടുന്നു, പണം നഷ്ടപ്പെടുന്നു, അഭിമാനം നഷ്ടപ്പെടുന്നു, അവസാനം ജീവനും നഷ്ടപ്പെടുന്നു. ഇതാണ് എല്ലാ തരം മാരണങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഫലമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നത്. അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കുമാറാവട്ടെ. ഈമാനിൻ്റെ തണൽ ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ അമലുകളുമായി നിയ്യത്തുകളുമായി ധാരാളമായി അടുക്കുവാനും പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പരിഹരിച്ച് എളുപ്പം നൽകി ജീവിതം എളുപ്പമാക്കി തീർക്കണമേ. നമ്മുടെ എല്ലാ അമലുകളും ദാനധർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ച് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയ നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്കെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബ് അവർക്ക് മഗ്ഫിറത്ത് നൽകി അവരുടെ ഖബറിടം പ്രകാശമാനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആശുപത്രിയിൽ കിടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, വിദേശത്തും അതുപോലെ അത്യാസന്ന നിലയിൽ കഴിയുന്ന പല കുട്ടികളും ആളുകളുമുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഞങ്ങളുടെയും ഒക്കെ മാനസികമായ ശാരീരികമായ പ്രയാസങ്ങൾ ദൂരീകരിച്ച് ആശ്വാസത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ അള്ളാഹുവെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.